സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 എത്തി നിൽക്കുന്ന ഈ കാലയളവിൽ വിവാഹം മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, വളരെ ദുഃഖകരമായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം അനിവാര്യമാകുന്നതിനായിട്ടുള്ള ഒരു കർമ്മമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ കർമ്മം അനുഷ്ഠിച്ചാൽ ഈ 2022 അവസാനിക്കുന്നതിന് മുൻപായിട്ട് വിവാഹ മംഗളകാര്യത്തിന് ഒരു തീരുമാനം ഉറപ്പായും ഉണ്ടാകും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: മഹാശിവക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ തിരഞ്ഞെടുക്കുക. ശിവക്ഷേത്രങ്ങൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ശിവക്ഷേത്ര സന്നിധിയിലെത്തി നമ്മളൊരു വിളക്ക് സമർപ്പിക്കുകയാണ്. അത് വെറുതെ അങ്ങ് സമർപ്പിക്കലല്ല ചെയ്യേണ്ടുന്നത്. ഒരു നമ്മുടെ സമ്പത്ത് കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഒരു ചെറു വിളക്ക് വാങ്ങി, നെയ്യ്, അതുപോലെ തന്നെ തിരശീല, അതുപോലെ സമ്രാണി തുടങ്ങിയവ വാങ്ങി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിലെ പ്രഭാത പൂജ ആരംഭിച്ച് കഴിയുമ്പോൾ ഈ ചെറുവിളക്ക് ഭഗവാൻ ശിവൻ്റെ മുൻപിൽ വച്ചതിന് ശേഷം നെയ്യൊഴിച്ച് 2 തിരിയിട്ട് ഈ വിളക്ക് കത്തിക്കുക. 2 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഭഗവാൻ ശിവ ദർശനം നടത്തി ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു നാണയം എടുക്കുക. നാണയം എടുത്തിട്ട് തലയ്ക്ക് 3 ഉരു ഒഴിഞ്ഞ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുക. നമ്മളുടെ ആഗ്രഹം എന്താണോ ആ നടക്കാത്ത ആഗ്രഹം, അതായത് വിവാഹം നടക്കുന്നില്ല, അത് നടത്തിത്തരണം എന്ന് ഭഗവാൻ ശിവനോട് തുറന്നു പ്രാർത്ഥിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക. ഈ വഴിപാട് 3 മാസങ്ങളിലായിട്ട് 3 പ്രാവശ്യങ്ങളിലായി നടത്തുക. പ്രഭാത പൂജ നടക്കുന്ന സമയത്ത് വേണം ഇത് ചെയ്യുന്നതിനായിട്ട്. ക്ഷേത്രത്തിലെ പുരോഹിതൻ്റെ അനുഗ്രഹം നേരത്തെ തന്നെ വാങ്ങിയിരിക്കണം. അങ്ങനെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ഈ കർമ്മം ചെയ്യാൻ. തീർച്ചയായിട്ടും ഈ കർമ്മം അനുഷ്ഠിക്കുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും മുടങ്ങി നിൽക്കുന്ന, ഇനി ജാതകത്തിൽ എത്ര ദോഷം നിലനിൽക്കുന്നവയാണെങ്കിലും ആ ദോഷങ്ങൾ അകന്ന് വൈവാഹിക കർമ്മത്തിൽ ഏർപ്പെടുവാൻ കഴിയും. ആ ദുഃഖത്തെ ഒഴിച്ച് കളയുവാൻ നമുക്ക് കഴിയും. ഭഗവാൻ പരമശിവൻ പാർവതീ സമേതനായിരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ വളരെ ഉത്തമമാണ്. അല്ലെങ്കിൽ പാർവതി ദേവിയോടും ഈ പ്രാർത്ഥന അനിവാര്യമാണ്. വിളക്ക് കത്തിച്ച് പ്രാർത്ഥന ഭഗവാൻ ശിവൻ്റെ മുമ്പിൽ മാത്രം മതി. പ്രാർത്ഥന ഭഗവതി ഉണ്ടെങ്കിൽ ഭഗവതിയോടും നടത്തുക. തീർച്ചയായിട്ടും 3 മാസം തുടർച്ചയായി നടത്തുക. എന്ന് പറഞ്ഞാൽ 3 മാസവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം തന്നെ നടത്തിയാൽ വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഇത് നടത്തേണ്ടുന്നത്. പ്രഭാത പൂജയ്ക്ക് വേണ്ടിയിട്ട് നട തുറക്കുന്ന സമയത്ത്, അതായത് നിർമാല്യ ദർശനത്തിനായിട്ട് പോകുക. നിർമാല്യ ദർശനം കഴിഞ്ഞാൽ, അതായത് ആ പൂജ നിർമാല്യത്തിന് വേണ്ടിയിട്ട് പൂജ നടക്കുന്ന സമയത്ത് നേരത്തെ തന്നെ പുരോഹിതനോട് അനുവാദം വാങ്ങി നമ്മൾ കത്തിച്ച പൂജയോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയും നടക്കുക. വളരെ ആത്മാർത്ഥമായിട്ട് ഭഗവാൻ ശിവശങ്കരനോട് പ്രാർത്ഥിച്ചാൽ നടക്കാതിരിക്കുന്ന വിവാഹം നടന്നു കിട്ടുമെന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ്. പുരാണ ഗ്രന്ഥങ്ങൾ വിധിപൂർവം പറയുന്ന ഒരു ചടങ്ങ് കൂടിയിട്ടാണിത്. തീർച്ചയായും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിന് ഞങ്ങളുടെ പ്രാർത്ഥനയും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നന്ദി, നമസ്കാരം.